Hi dear students, today we discuss 10th Chemistry Chapter 3 Reactivity Series and Displacement Reactions. Reactivity Series and Displacement Reactions. Most welcome to our class. I recommended you to watch the class in a full screen mode. It is more beneficial to you. Welcome to the class. Prepare some copper sulfate solution in a beaker and dip a zinc rod in it. Observe the changes after some time and write down the observation. Prepare some copper sulfate solution in a beaker and dip a zinc rod in it. Observation: color of the zinc rod. Before experiment grey color, after experiment covered with copper. Color of copper sulfate solution: before experiment blue color, after the experiment colorless. Let us see the experiment. First we take 3 glasses, one with copper sulfate solution, it is blue colored. First and second with zinc sulfate solution. First one zinc sulfate solution is taken a little more, second one has and the third one has some more zinc sulfate solution and copper sulfate solution are taken. Dipping some magnesium to first glass and a copper rod to a zinc sulfate solution and a zinc rod to copper sulfate solution. Copper rod to zinc sulfate solution in the second glass and zinc rod is in the copper sulfate solution in the third glass. After some time we can notice that copper can deposit on zinc rod. In the third glass, copper can deposit on zinc rod. Zinc displaces copper from copper sulfate solution. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളർ ഫെയ്ഡ് ആയിരിക്കുന്നതായിട്ടും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്ത് മുക്കി വെച്ചിരിക്കുന്ന സിങ്ക് റോഡയിൽ കോപ്പർ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനകത്ത് വെച്ചിരിക്കുന്ന കോപ്പറിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ആദ്യത്തെ ഗ്ലാസ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനകത്ത് വെച്ചിരിക്കുന്ന മഗ്നീഷ്യം നമ്മളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ മഗ്നീഷ്യം ഇതിൻ്റെ കളറ് മാറി സിങ്കിൻ്റെ കളറായിട്ടിലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നടന്നിരിക്കുന്നത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. അതെന്താണെന്ന് നമുക്ക് പഠിക്കാം. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ? ഓക്കെ, ഫസ്റ്റ്ലി വി നോട്ടീസ് ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വളരെ എളുപ്പമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പഠിച്ചതാണ് ഈ റിയാക്ടിവിറ്റി സീരീസ്. അതിനകത്തൊരു നോൺ മെറ്റലേ ഉള്ളൂ, ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ആ ഹൈഡ്രജൻ്റെ മുകളിലേക്ക് വരുന്നവർക്കെല്ലാവർക്കും റിയാക്ടിവിറ്റി കൂടുതലാണ്. ഹൈഡ്രജൻ്റെ താഴേക്ക് വരുന്നവർക്ക് റിയാക്ടിവിറ്റി കുറവാണ്. ഹൈഡ്രജൻ്റെ മുകളിലേക്ക് പോകുന്നവരെല്ലാം ആസിഡുമായിട്ടും ഒക്കെ പ്രവർത്തിച്ചു കഴിയുമ്പോൾ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുമെന്നും ഹൈഡ്രജൻ്റെ താഴേക്ക് വരുന്നവരെല്ലാം ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യില്ലെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം ഹൈഡ്രജന് മുകളിലേക്കുള്ളവരെല്ലാം റിയാക്ടിവിറ്റി കൂടിയവരാണ്. റിയാക്ടിവിറ്റി കൂടിയവർ റിയാക്ടിവിറ്റി കുറഞ്ഞവരെ ഡിസ്പ്ലേസ് ചെയ്യിപ്പിക്കുന്നതായിട്ട് നമുക്കറിയാം. ഇത് ഓർത്തിരിക്കാനായിട്ടൊരു മെമ്മറി ടിപ്പ് പറയാം. ഹൈഡ്രജൻ നമ്മുടെ ഒരു ബസ്സിലെ സീറ്റാണെന്ന് വിചാരിക്കുക. ഹൈഡ്രജൻ്റെ മുകളിലേക്കുള്ളവരെല്ലാം മുതിർന്ന പൗരന്മാരാണ്. ഹൈഡ്രജൻ്റെ താഴേക്കുള്ളവരെല്ലാം പ്രായം കുറഞ്ഞവരാണ്. അപ്പം മുതിർന്ന പൗരർ വരുവാണെങ്കിൽ ആ സീറ്റയിൽ ഇരിക്കാനായിട്ട് വരികയാണെങ്കിൽ പ്രായം കുറഞ്ഞവർ സാധാരണഗതിയിൽ എഴുന്നേറ്റ് കൊടുക്കും. അപ്പം ഹൈഡ്രജൻ്റെ താഴെയുള്ളവരെല്ലാം ഹൈഡ്രജൻ്റെ മുകളിലുള്ളവർ വന്നാൽ ഡിസ്പ്ലേസ് ചെയ്ത് മാറി അവർക്ക് വേണ്ടി സീറ്റ് ഒഴിവായി കൊടുക്കുമെന്ന് ഓർക്കുക. അപ്പോൾ ഹൈഡ്രജൻ്റെ മുകളിലുള്ളവരാണ് മുതിർന്ന പൗരന്മാർ. അവർക്ക് വേണ്ടി ഹൈഡ്രജൻ്റെ താഴെയുള്ളവരെല്ലാം സീറ്റ് മാറിക്കൊടുക്കുമെന്ന് ഓർക്കുക. അപ്പം മുകളിലുള്ളവരാണ് വരുന്നതെങ്കിൽ റിയാക്ഷനകത്ത് വരുന്നതെങ്കിൽ താഴെയുള്ളവർ ഹൈഡ്രജൻ്റെ താഴെയുള്ളവരെല്ലാം എന്ത് ചെയ്യും? റിയാക്ഷനിൽ നിന്ന് മാറിക്കൊടുക്കും. നമുക്കതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് നോക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നതായിരിക്കും.
ഈ ഓർഡർ പഠിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യുവാനായിട്ട് സാധിക്കൂ. The blue color of copper sulfate solution is due to the presence of copper 2+ ions. The blue color of copper sulfate solution. Copper sulfate solution at blue color കാരണം copper 2+ ions ആണ്. When the zinc rod is dipped in copper sulfate solution, the copper 2+ ions in the solution get deposited at the zinc rod as copper atoms. When the zinc rod is dipped in copper sulfate solution, നമ്മൾ ആ എക്സ്പെരിമെൻറ്റിനകത്ത് സിങ്ക് റോഡിനെ നമ്മൾ എന്ത് ചെയ്തു, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്ത് ഡിപ്പ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്തുണ്ടായിരുന്ന കോപ്പർ അയോൺസാണ് ഇത് ചെയ്യുന്നത്, സിങ്ക് റോഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത് എന്തായിട്ട്, കോപ്പർ ആറ്റംസ് ആയിട്ട്. ദ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഹിയർ ഈസ് ഗിവൺ ബിലോ. സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് ഗിവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ. നമുക്കറിയാം കോപ്പറും സിങ്കുമായിട്ട് നോക്കുമ്പോൾ സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടിയത്. അപ്പോൾ റിയാക്ടിവിറ്റി കൂടിയ സിങ്ക് അവിടെ വന്നതുകൊണ്ട് റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പർ അതിൻ്റെ സ്ഥാനം ഡിസ്പ്ലേസ് ചെയ്ത് സിങ്കിനായിട്ട് കൊടുക്കുന്നു. അപ്പോൾ സിങ്ക് സൾഫേറ്റ് അവിടെ ഉണ്ടായി, കോപ്പർ മാറിയിരിക്കുന്നു. ഓർക്കുക, സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് ഗിവ്സ് സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ. Zinc is more reactive than copper. Hence, zinc will displace copper from the solution. Zinc is more reactive than copper. Hence, zinc will displace copper from the solution. As a result, zinc sulfate and copper are formed. The blue color of the solution diminishes and disappears. നമ്മൾ ആ എക്സ്പെരിമെൻറ്റിനകത്ത് ഡിസപ്പിയർ ചെയ്ത് കണ്ടില്ല. കുറേ നേരം കൂടെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഡിസപ്പിയർ ചെയ്ത് അതിൻ്റെ കളറ് പൂർണ്ണമായിട്ടും ഡിമിനിഷ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദ ഡിസ്പ്ലേസ്ഡ് കോപ്പർ ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ് അറ്റ് ദ സിങ്ക് റോഡ്. ഡിസ്പ്ലേസ്ഡ് കോപ്പർ ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ് അറ്റ് ദ സിങ്ക് റോഡ്. ദ കളർ ഓഫ് ദി സൊല്യൂഷൻ ചേഞ്ചസ് ടു ദ കളർ ഓഫ് ദി ന്യൂലി ഫോംഡ് കോമ്പൗണ്ട്. അതാണ് സൊല്യൂഷൻ. അതിൻ്റെ റിയാക്ഷനാണ് താഴെ തന്നിരിക്കുന്നത്. സിങ്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ സിങ്ക് സൾഫേറ്റും കോപ്പറും അവിടെ ഉണ്ടാകുന്നു. ദ അയോണിക് ഫോം ഓഫ് ദി എബവ് റിയാക്ഷൻ ഈസ് ഗിവൺ ബിലോ. സിങ്ക് എന്ന് പറയുന്നത് ന്യൂട്രലിലാണ്, അപ്പോൾ അതിൻ്റെത് 0 ആണെന്നുള്ളത് നമുക്കറിയാം. കോപ്പർ സൾഫേറ്റ് എന്നുള്ളത് സൊല്യൂഷനകത്തിരിക്കുമ്പോൾ എങ്ങനെയാണ്, Cu2+ഉം SO4 ആയിട്ടാണ് അതിനകത്തിരിക്കുന്നത്. അവ തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ സിങ്ക് സൾഫേറ്റ് ഉണ്ടാകുന്നു. സിങ്ക് സൾഫേറ്റിനകത്ത് സിങ്ക് ആറ്റമായിരുന്നത് അയോണായി മാറുന്നു. അതായത് സിങ്ക് 0 ആയിരുന്നത് സിങ്ക് 2+ ആയിട്ട് മാറുന്നു, അയോണായിട്ട് മാറുന്നു. SO4 ആയിട്ട് തന്നെ ഇരിക്കുന്നു. കോപ്പറിൻ്റെ അയോണായിരുന്നത് കോപ്പർ 2+ അയോണായിരുന്നത് കോപ്പറിൻ്റെ ആറ്റമായിട്ട് മാറുന്നു. സിങ്ക് ആറ്റമായിരുന്നത് സിങ്ക് അയോണായിട്ട് മാറി, കോപ്പർ അയോണായിരുന്നത് കോപ്പറിൻ്റെ ആറ്റമായിട്ട് മാറി. ഹിയർ സിങ്ക് അണ്ടർഗോസ് ദ ഫോളോയിങ് റിയാക്ഷൻ. സിങ്ക് ഹാസ് ദ റിയാക്ഷൻ ഈസ് സിങ്ക് ആറ്റം കൺവേർട്ടഡ് ടു സിങ്ക് അയോൺ പ്ലസ് 2 ഇലക്ട്രോൺ. ഈച്ച് സിങ്ക് ആറ്റം ലോസസ് 2 ഇലക്ട്രോൺസ്. That is, zinc undergoes oxidation. Losses electron, that is oxidation. The memory tip is oil. Are you remember this? Okay. At the same time, copper 2+ ions receive 2 electrons to become copper atoms. Copper 2+ ions receive 2 electrons to become copper atoms. Cu2+ plus 2 electrons gives Cu, copper atom. Each zinc copper ion gains 2 electrons. That is, copper ions undergo reduction. Copper ions undergo reduction. Zinc undergoes oxidation. Since oxidation and reduction reactions occur simultaneously, not redox reactions, reduction reactions. Oxidation and reduction reactions occur simultaneously. This is a redox reaction. In this experiment, copper, zinc reactive with copper sulfate solution to form zinc sulfate and copper. Here zinc undergoes oxidation and copper undergoes reduction. So it is a redox reaction.
Are you understood? Copper plate is immersed in silver nitrate solution. A copper plate is immersed in silver nitrate solution. Identify and record the changes. Copper is more reactive than silver. We know reactivity series. Copper കഴിഞ്ഞിട്ടാണ് സിൽവർ വരുന്നത്. കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ. സിൽവറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോപ്പർ എന്നുള്ളത് മോർ റിയാക്റ്റീവ് ആണ്, അല്ലെങ്കിൽ കോപ്പർ എന്നുള്ളത് ലെസ് റിയാക്റ്റീവ് ആണ്. പക്ഷെ ഇവിടെ സിൽവറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ്. ഹെൻസ് കോപ്പർ വിൽ ഡിസ്പ്ലേസ് സിൽവർ ഫ്രം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. Silver gets deposited at the copper plate. Since copper nitrate solution is formed, the color of the solution becomes blue. Here the reaction is this: copper react with silver nitrate to form copper nitrate and silver atom. Copper nitrate and silver atom. Here copper is more reactive than silver, so copper is displaced silver. Write the reaction of ionic form to show that it is a redox reaction. Copper atom combined with the silver nitrate solution to form copper nitrate and silver atom. Here copper atom has the 0 in the oxidation state. It is changed into copper ion Cu2 plus 2 electron. Copper atom loses 2 electrons to form copper ions. Silver ions receive 2 electrons to become silver atom. Therefore, in this reaction 2 electrons are cancelled. Then we get copper plus 2 silver ions gives copper 2 plus 2 Ag, silver atom. It is a redox reaction. Oxidation and reduction simultaneously happen, so it is a redox reaction. Copper plate is immersed in silver nitrate solution. It is a redox reaction. Each copper atom loses 2 electrons. That is, copper undergoes oxidation. Each silver ion gains 1 electron. Hence, silver ion undergoes reduction. Since oxidation and reduction occurs simultaneously, not redox reaction, reduction reaction occurs simultaneously, this is a redox reaction. What is displacement reactions? Highly reactive metal can displace less reactive metal from their salt solutions. Highly reactive metal can displace less reactive metals from their salt solutions. Such reactions are called displacement reactions. Displacement reactions are redox reactions. Displacement reactions are redox reactions. Some experiments are given. Magnesium sulfate, copper sulfate, zinc sulfate, ferrous sulfate, silver nitrate, aluminum nitrate. Some of the solutions are taken and metals are magnesium, copper, zinc, iron, silver, aluminum. These are dipped. Magnesium dipped in magnesium sulfate, there is no reaction. Copper dipped in magnesium sulfate, there is no reaction. Zinc dipped in magnesium sulfate, no reaction. Iron dipped in magnesium sulfate, no reaction. Silver dipped in magnesium sulfate, no reaction. Aluminum dipped in magnesium sulfate, this has no reaction. But copper sulfate solution. In copper sulfate solution, magnesium is dipped, magnesium is displaced copper, so reaction occurs. In copper sulfate solution, copper is immersed, no reactions. In copper sulfate solution, zinc is dipped. Zinc is more reactive than copper, so reaction occurs. Iron is dipped in copper sulfate solution. Iron is more reactive than copper sulfate solution, so reaction occurs. Silver is dipped in copper sulfate solution. Silver is
less reactive than copper, so no reaction. Aluminium is dipped in copper sulfate solution. Aluminium is more reactive than copper, so there is a reaction occurs. Magnesium dipped in zinc sulfate solution. Magnesium is more reactive than zinc, so displacement reaction occur. Copper is dipped in zinc sulfate solution. Copper is less reactive than zinc, so no reaction. Zinc is dipped in zinc sulfate solution. Both of the medium are same, so no reaction. Iron is dipped in zinc sulfate solution. There is no reaction. Silver is dipped in zinc sulfate solution. No reaction. Aluminium is dipped in zinc sulfate solution. Aluminium is reactivity is difference in zinc, so there is a reaction occurs. In this way we can notice that the reactions are displacement reactions. Arrange the above metals in the decreasing order of their reactivity. Arrange the metals in the decreasing order of their reactivity. We know magnesium is more reactive than aluminium, zinc, iron, copper, silver. Thank you so much for watching the class. If you beneficial this class, you please like, subscribe, comment and share the video on your friends maximum. Thank you so much. God bless you.